ഇന്നത്തെ കഥയ്ക്ക് ശരിക്കും ഒരു അപ്രതീക്ഷിതമായ വഴിത്തിരിവുണ്ട്. 1965 ജനുവരി മാസത്തിന്റെ അവസാനം ഒരു രാത്രിയിൽ ഫാരിദ് ജബ്ബാർ എന്നു പേരുള്ള ഒരു പോലീസ് ഓഫീസറും അദ്ദേഹത്തിന്റെ പങ്കാളിയും ലബനനിലെ ആന്റ്ലിയസ് എന്ന കടൽത്തീര ഗ്രാമത്തിന്റെ തീരത്ത് നടന്ന് പട്രോളിംഗ് നടത്തുകയായിരുന്നു. ഇത് ബെയ്റൂട്ടിന്റെ വടക്ക് ഭാഗത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. അന്നത്തെ കാലാവസ്ഥ അതീവ മോശമായിരുന്നു. കടുത്ത തണുപ്പ്, കനത്ത മഴ, രാത്രിയായതിനാൽ പൂർണ്ണമായും ഇരുട്ട്, പുറത്ത് നടക്കാൻ ഏറ്റവും അസ്വസ്ഥമായ സമയം. ഫാരിദിനും പങ്കാളിക്കും ഈ ഒരു സമയത്ത് വീട്ടിൽ കിടക്കയിൽ കിടക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന തോന്നൽ ശക്തമായി. എങ്കിലും ആ ജോലി ഇരുവർക്കും ആവശ്യമായിരുന്നു, പ്രത്യേകിച്ച് ഫാരിദിന്. അത് നല്ല ശമ്പളം നൽകുന്ന ഒരു ജോലിയാണ്. അത് നഷ്ടപ്പെടുത്താൻ അവൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. എന്നാൽ ഒരു പോലീസ് ഓഫീസർ ആകുന്നത് പലപ്പോഴും അസൗകര്യങ്ങളോടൊപ്പം വരുന്ന ഒരു കാര്യമാണെന്നും അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞിരുന്നുവെന്ന് പറയാം. ഇത്ര മോശം കാലാവസ്ഥയിലും അവർ ആ തീരത്ത് പെട്രോളിംഗ് നടത്തേണ്ടി വന്നതിന്റെ കാരണം ഒരാൾ പോലീസിനെ വിളിച്ച് കടൽ തീരത്ത് എന്തോ വിചിത്രമായ വസ്തു കണ്ടുവെന്നും അത് ഒരു മൃതദേഹമായിരിക്കാമെന്നും അല്ലെങ്കിൽ ഏതോ ഒരു മനുഷ്യ ശരീരം പോലെയാണെന്നും അയാൾ പറഞ്ഞിരുന്നു. അതിനൊരു വ്യക്തത ഇല്ലായിരുന്നുവെങ്കിലും തീരത്ത് എന്തോ അസാധാരണമായ ഒന്ന് ഉണ്ട് എന്നതാണ് വിവരം. അതിനാൽ അത് പരിശോധിക്കാനാണ് ഇവരെ അയച്ചത്. ലബനനിലെ ഈ പ്രദേശം പൊതുവെ സുരക്ഷിതമായ സ്ഥലമായി കണക്കാക്കപ്പെടുന്ന ഒന്നായിരുന്നു. പൊതുസ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കടൽ തീരത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നത് കേട്ട് കേൾവിയില്ലാത്ത കാര്യമായിരുന്നു. അതിനാൽ ഫാരിദും അദ്ദേഹത്തിന്റെ പങ്കാളിയും ഒരു മൃതദേഹം കണ്ടുകിട്ടുമെന്ന് സത്യത്തിൽ പ്രതീക്ഷിച്ചേയില്ല. ഫാരിദ് കരുതിയത് എന്തെങ്കിലും ചത്ത കടൽ ജീവിയാകാം, അല്ലെങ്കിൽ മാലിന്യമാകാം എന്നായിരുന്നു. ജാക്കറ്റ് ശരീരത്തോട് ചേർത്ത് പിടിച്ച് ടോർച്ചിന്റെ വെളിച്ചത്തിൽ തീരം ഇങ്ങനെ പരിശോധിച്ചുകൊണ്ട് മഴയോടും കാറ്റോടും പോരാടിക്കൊണ്ട് നടക്കുമ്പോൾ ഫാരിദിന്റെ ഉള്ളിൽ അല്പം അസഹിഷ്ണുത തോന്നി. ഇതൊന്നും കാണില്ല, എന്തിനാണ് നമ്മൾ ഇവിടം വരെയും വെറുതെ വിളിച്ചു വരുത്തിയത്? ഇപ്പോ ഇവിടെ ഒരു മൃതദേഹം കിടക്കാൻ യാതൊരു വഴിയും ഇല്ല എന്നൊക്കെയായിരുന്നു അയാളുടെ മനസ്സിലെ ചിന്ത. എന്നാൽ അവർ മുന്നോട്ട് നടക്കുന്നതിനിടെ തീരത്തിന്റെ അകലെയായി മണലിന്റെ നടുവിൽ ഒരു വിചിത്രമായ വസ്തു കിടക്കുന്നത് അവരുടെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ വ്യക്തമായി കണ്ടു. ദൂരെ നിന്ന് തന്നെ അതിനൊരു മനുഷ്യന്റെ രൂപമുള്ളതുപോലെ അവർക്ക് തോന്നി. ആ ഒരു ആകൃതിയായിരുന്നു. അതൊരു മനുഷ്യനായിരിക്കാമെന്നൊരു തോന്നൽ ശക്തമായി. ഉടൻ തന്നെ ഫാരിദിനും പങ്കാളിയും മനസ്സിലാക്കി അവർ അന്വേഷിക്കാൻ എത്തിയ വസ്തു ഇത് തന്നെയാണെന്ന്. എങ്കിലും അവർ ഉടൻ ഓടിച്ചെന്നില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് അവർക്ക് ഒരു ധാരണയുണ്ടായിരുന്നില്ല. അത് ശരിക്കും ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ അവിടെ എന്തുകൊണ്ട് കിടക്കുന്നു, എന്താണ് സംഭവിച്ചത്, ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു. ആരെങ്കിലും അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ? എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അവർ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയി. പതിയെ പതിയെ നടന്ന് മുഴുവൻ തീരവും പരിശോധിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടോ എന്നവർ നോക്കി. പക്ഷെ ഒന്നും കണ്ടില്ല. മണലിൽ കിടക്കുന്ന ഒരു മനുഷ്യ സാദൃശ്യമായ വസ്തു ഒഴികെ മറ്റൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അടുത്തേക്ക് എത്തും തോറും, പ്രത്യേകിച്ച് ഫാരിദിന് അത് തീർച്ചയായും ഒരു മനുഷ്യനാണെന്ന് വ്യക്തമായി. നിലത്ത് കിടക്കുന്നത് ഒരു ശരീരമാണെന്ന് അവൻ ഉറപ്പായി. എന്നിരുന്നാലും അതിൽ എന്തോ ഒരു അസാധാരണമായ കാര്യം ഉണ്ടായിരുന്നു. ശരീരം ശരിയായില്ല എന്നൊരു തോന്നൽ. എന്താണെന്ന് വ്യക്തമാക്കാൻ അവന് കഴിഞ്ഞില്ല. പക്ഷെ അടുത്തെത്തുമ്പോൾ അതിന്റെ കാരണം അവന് മനസ്സിലായി. ഫാരിദും അവന്റെ പങ്കാളിയും ഇനിയും അടുത്തേക്ക് ചെന്നു. ഇരുവരുടെയും ടോർച്ചുകൾ ആ ശരീരത്തിലേക്ക് കേന്ദ്രീകരിച്ചു. ഒടുവിൽ അവർ അതിന് മുകളിൽ നിന്നും താഴേക്ക് നോക്കി. അത് തീർച്ചയായും ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ഇത് അസ്വാഭാവികമായി തോന്നിയത് എന്ന് അവർക്ക് മനസ്സിലായി. ആ ശരീരത്തിന് തലയില്ലായിരുന്നു. ഉടൻ തന്നെ ഫാരിദിനും പങ്കാളിക്കും രണ്ട് കാര്യങ്ങൾ വ്യക്തമായി. ഒന്നാമത്, ഈ ശരീരം ഒരു പുരുഷന്റേതാണ്. രണ്ടാമത്, ഇത് അപകടത്തിൽ കടലിൽ മുങ്ങി മരിച്ച് തീരത്തേക്ക് അടിച്ചു കയറിയതല്ല. പ്രത്യേകിച്ച് തല അർത്ഥ നിലയിലായതിനാൽ ഇത് വ്യക്തമായും ഒരു കൊലപാതകമാണ്. ആരോ ഈ മനുഷ്യനെ കൊലപ്പെടുത്തി ഇവിടെ ഉപേക്ഷിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കടലിലേക്ക് തള്ളിവിട്ടതാകാം. ഏതായാലും ഇതൊരു ഗുരുതരമായ കുറ്റകൃത്യമാണ്. അവർ ഉടൻ തീരുമാനിച്ചു ആ പ്രദേശം പരിശോധിക്കണം. കുറ്റവാളി അടുത്തുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഈ കുറ്റകൃത്യം നടന്ന സ്ഥലം സുരക്ഷിതമാക്കണം. ഉടൻ തന്നെ അവർ തോക്കുകൾ പുറത്തെടുത്തു. ചുറ്റുപാടും പരിശോധന നടത്തി. എന്നാൽ അവിടെ മറ്റാരുമില്ല. കടൽ തീരം പൂർണ്ണമായും ശൂന്യമായിരുന്നു. ഈ ശരീരവും ഈ രണ്ട് പോലീസ് ഓഫീസർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ പ്രാഥമിക പരിശോധന കഴിഞ്ഞ് ശരീരത്തിനടുത്തേക്ക് മടങ്ങി വന്നപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അവർ സംസാരിച്ചു. അത് 1960കളുടെ ഒരു മധ്യകാലഘട്ടം. ലബനനിലെ ഒരു ചെറിയ ഗ്രാമം. ഫാരിദും പങ്കാളിയും ജോലി ചെയ്തിരുന്നത് വലിയ സൗകര്യങ്ങളുള്ള ഒരു പോലീസ് വകുപ്പിലും അല്ല. ഇത്തരമൊരു ക്രൂര കൊലപാതകം കൈകാര്യം ചെയ്യാൻ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും അവർക്കില്ലായിരുന്നു. ബാക്കപ്പ് വിളിക്കാൻ റേഡിയോ പോലും അവർക്കില്ലായിരുന്നു. മികച്ചത് അടുത്ത ദിവസം
കുറച്ച് ഓഫീസർമാരെയും കൊണ്ടുവന്ന് അന്വേഷണം നടത്തുക എന്നതായിരുന്നു. അതിന് സ്റ്റേഷനിലേക്ക് മടങ്ങി കാര്യങ്ങൾ വിശദീകരിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി പിന്നെ തിരിച്ചെത്തണം. കൂടാതെ ഇത് കൊലപാതകങ്ങൾ പതിവായി നടക്കുന്ന ഒരു പ്രദേശവുമല്ല. അതിനാൽ തന്നെ ഇത്തരം ഒരു കേസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ പോലും അവർക്ക് വ്യക്തമായ ധാരണയില്ല. ഒടുവിൽ അവർ ഒരു തീരുമാനത്തിലെത്തി. ഒരാൾ ഇവിടെ തന്നെ ശരീരത്തിനൊപ്പം രാത്രി മുഴുവനും കാവൽ നിൽക്കണം. കുറ്റകൃത്യം നടന്ന സ്ഥലം സംരക്ഷിക്കണം. മറ്റേയാൾ സ്റ്റേഷനിലേക്ക് പോയി റിപ്പോർട്ട് നൽകി അന്വേഷണം ആരംഭിക്കണം. അതായത് ഒരാൾ തണുപ്പും മഴയും സഹിച്ച് തല അറുത്ത ഈ മൃതദേഹത്തിനരികെ രാത്രി മുഴുവനും ഒറ്റയ്ക്ക് നിൽക്കണം. ഈ ചർച്ചയിൽ ഫാരദ് ഒരു ജൂനിയർ ഓഫീസർ ആയതുകൊണ്ട് ഈ ഒരു ഉത്തരവാദിത്വം അവനാണ് വരേണ്ടത് എന്ന് അവന് വ്യക്തമായി. ജോലിയുടെ അസൗകര്യങ്ങളൊക്കെ അവൻ മുൻപ് തന്നെ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജോലിയും അവൻ സ്വീകരിച്ചു. ജോലി ആവശ്യമായിരുന്നു. വരുമാനം നഷ്ടപ്പെടാൻ അവൻ തയ്യാറായിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, ശരി, ഞാനിവിടെ നിൽക്കാം, നീ സ്റ്റേഷനിലേക്ക് പോയി അന്വേഷണം ആരംഭിക്കുക എന്ന്. ഇത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. അങ്ങനെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന പങ്കാളി ആ തീരത്തുകൂടെ നടന്ന് മറഞ്ഞതോടെ ഈ രാത്രി ഇത്ര ഭീകരമാണ് എന്ന് ഭാരതിന് ബോധ്യപ്പെട്ടു. കൊടുങ്കാറ്റുപോലുള്ള കാലാവസ്ഥ, കനത്ത തണുപ്പ്, കനത്ത മഴ, അതിലുമുപരി ഒരു തലയില്ലാത്ത മൃതദേഹത്തിനരികിൽ ഒറ്റയ്ക്കിരിക്കേണ്ടി വരുന്നു. അതേസമയം ഈ മനുഷ്യനെ കൊലപ്പെടുത്തിയ ഒരാൾ സമീപത്തുണ്ടാകാമോ എന്നൊരു ചിന്തയും ഭയവും. പ്രാഥമിക പരിശോധനകളൊക്കെ നടത്തിയെങ്കിൽ പോലും കൊലയാളി ഇവിടെ ഇല്ല എന്ന് 100% ഉറപ്പിക്കാനാകില്ല. ഇപ്പൊ ഫാരദ് ചിന്തിച്ചു, ശരീരത്തിന് കാവൽ നിൽക്കണം, അതേസമയം ആരെങ്കിലും ആക്രമിച്ചാൽ ജാഗ്രത പാലിക്കണം. ഇതൊക്കെ ഒരു ഭീകര സ്വപ്നം പോലെയായിരുന്നു. എന്നാൽ അവൻ സ്വയമേ ഒരാശ്വാസം പറഞ്ഞു, ഞാൻ പരിശീലനം നേടിയ പോലീസ് ഓഫീസറാണ്, എനിക്ക് സർക്കാർ നൽകിയ തോക്കും കത്തിയുമുണ്ട്, ഞാൻ പൂർണ്ണമായും പ്രതിരോധമില്ലാത്തവനൊന്നുമല്ല എന്ന്. മഴ ഇടതടവില്ലാതെ പെയ്തുകൊണ്ടിരുന്നു. ഭാരത് വിറച്ചു. അവൻ അസ്വസ്ഥനായിരുന്നു. ഉണർന്നിരിക്കണം, ജാഗ്രത പാലിക്കണം, ഇതൊക്കെ അറിഞ്ഞിട്ടും അത്രയും അസൗകര്യം കാരണം അവൻ മണലിൽ കിടന്നു. ശരീരം ചുരുട്ടി. അല്പം ശ്വാസമെടുക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ അത്രയും ക്ഷീണിതനായി രാവിലെ ഏകദേശം 2:30 അവൻ ഉറങ്ങിപ്പോയി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവൻ ഉണർന്നത് പൂർണ്ണമായ ഭീതിയോടെയാണ്. ഉറങ്ങിപ്പോയെന്ന സത്യം അവനെ ഞെട്ടിച്ചു. അവൻ ആ കുറ്റകൃത്യ സ്ഥലത്ത് കാവൽ നിൽക്കേണ്ടവനായിരുന്നു. കൊലയാളി മടങ്ങി വന്നേക്കാമായിരുന്നു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ചുറ്റും നോക്കി. മഴ അപ്പോഴും പെയ്യുന്നുണ്ട്, തണുപ്പും ഇരുട്ടും. അവൻ ആ ഡെഡ് ബോഡി കിടന്നിരുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ആ ശരീരം ഇപ്പോൾ ഇല്ല. ഉടനെ അവന്റെ മനസ്സിൽ വന്നത്, കൊലയാളി ഇവിടേക്ക് വന്നിരുന്നു, ശരീരം എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അവൻ തോക്കെടുക്കാനായി കൈവച്ചു. എന്നാൽ ഹോൾസ്റ്റർ ശൂന്യമാണ്. തോക്ക് അവിടെ കാണാനില്ല. ഇപ്പോൾ ഇത് പൂർണ്ണമായും ഒരു ദുസ്വപ്നമായി മാറി. അവൻ കാവൽ നിൽക്കേണ്ട ശരീരം നഷ്ടപ്പെട്ടു. അവനെ ആയുധരഹിതനാക്കി. ഭാഗ്യവശാൽ അവന്റെ കത്തി അവന്റെ കൈവശം ഉണ്ടായിരുന്നു. അത്രമാത്രം. അവൻ ആകെ പരിഭ്രാന്തനായി ചിന്തിച്ചു, ഇനി എന്താണ് സംഭവിക്കുക? ശരീരം എവിടെ പോയി? എന്റെ തോക്കെവിടെ? പിന്നെ അവന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ഒരുപക്ഷെ ഏതെങ്കിലും മൃഗം വന്ന് ശരീരം വലിച്ചു കൊണ്ടുപോയതാകുമോ? ആ മൃഗം അടുത്ത് തന്നെ ഉണ്ടാകുമോ? അവൻ കടൽ തീരത്തിലൂടെ മുകളിലേക്കും താഴേക്കും നോക്കി. ശരീരം വളരെ ദൂരെ എവിടെയെങ്കിലും വലിച്ചു കൊണ്ടുപോയിരിക്കാം എന്ന് തോന്നിയെങ്കിലും മണലിൽ വലിച്ചിഴച്ചതിന്റെ ഒരടയാളം പോലും ഇല്ലായിരുന്നു. ഏതെങ്കിലും മൃഗം ശരീരം വലിച്ചുകൊണ്ട് പോയതാണെങ്കിൽ തീർച്ചയായും അത്തരം അടയാളങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഏത് മൃഗമാണ് അവന്റെ ഹോൾസ്റ്റർ തുറന്ന് തോക്കെടുത്തു കൊണ്ടുപോകുന്നത്? അതൊന്നും യുക്തിസഹമല്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അവൻ ഉറപ്പായി ഉണർന്നേനെ. പിന്നെ അവന്റെ മനസ്സിൽ വന്ന മറ്റൊരു ചിന്ത ഇതാണ്, ഒരുപക്ഷെ ഒരു വലിയ തിരമാല വന്ന് ശരീരം കടലിലേക്ക് വലിച്ചു കൊണ്ടുപോയതാകുമോ? അങ്ങനെയാണെങ്കിൽ മണലിൽ അടയാളങ്ങളൊന്നും കാണില്ല. പക്ഷെ അവൻ ഉറങ്ങിയിരുന്ന സ്ഥലം നോക്കിയാൽ ഒരു തിരമാല വന്നിരുന്നെങ്കിൽ ഫാരദിനെയും ആ തിരമാല കൊണ്ടുപോയേനെ. അവൻ ഉണർന്നേനെ. കൂടാതെ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പോലും അവന്റെ തോക്ക് എങ്ങനെയാണ് കാണാതാവുക? ഇപ്പോഴാണ് ഭാരതിന് ഒരു ഭീകരമായ തിരിച്ചറിവ് വന്നത്. ഒരേ ഒരു വിശദീകരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ വന്നിരുന്നു. ശരീരം എടുത്തുകൊണ്ടുപോയി. അവന്റെ തോക്കും എടുത്തുകൊണ്ടുപോയി. പിന്നെ അപ്രത്യക്ഷനായി. അത് അറിഞ്ഞിരുന്നില്ലെങ്കിലും യാഥാർത്ഥ്യം ഇതായിരുന്നു. മുൻ ദിവസം രാത്രി ഈ തീരത്ത് ഒറ്റയ്ക്ക് നടക്കുകയായിരുന്ന ഫാരദിന്റെ ബന്ധുവായ ഹബീബ് ജബ്ബാർ എന്നയാളെ ഒരാൾ ആക്രമിച്ചു. അയാൾ ഹബീബിനെ കൊള്ളയടിച്ച് കൊലപ്പെടുത്തി തല അറുത്തു. ശരീരം തീരത്ത് ഉപേക്ഷിച്ചു. എന്നാൽ തലയും കവർച്ച ചെയ്ത പണവും അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം കൊലയാളിക്ക് തോന്നി, ഇത്രയധികം തെളിവുകൾ ഇവിടെ ഉപേക്ഷിച്ചത് ഒരു വലിയ പിഴവാണെന്ന്. പ്രത്യേകിച്ച് തലയില്ലാത്ത ശരീരം അവിടെ കിടക്കുന്നത് അത് തന്നെ പിടിക്കാൻ കാരണമാകുമെന്നൊരു ഭയം അവനെ അലട്ടി. അതിനാൽ അവൻ തീരുമാനിച്ചു, ഞാൻ തിരികെ പോയി ശരീരം കൂടെ എടുത്തുകൊണ്ടുവന്ന് നശിപ്പിക്കണം എന്ന്. അങ്ങനെ വീണ്ടും കടൽ തീരത്തേക്ക് എത്തിയപ്പോൾ അവൻ കണ്ടത്
ആ ശരീരത്തിന് ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ കാവൽ നിൽക്കുന്നു എന്നതാണ്. അത് മറ്റാരുമല്ല, ഫാരദ്. ഈ ഘട്ടത്തിൽ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഫാരദിന് താൻ കാവൽ നിൽക്കുന്ന ശരീരം തൻ്റെ ബന്ധുവിൻ്റേതാണെന്ന് അറിയില്ലായിരുന്നു. തലയില്ലാത്തതിനാൽ അവനെ തിരിച്ചറിയാൻ അവന് സാധിച്ചില്ല. അവന്റെ മനസ്സിൽ അതൊരു അപരിചിതനായ ആളുടെ ശരീരമായിരുന്നു, ബന്ധുവിൻ്റെതല്ല. കൊലയാളി ആദ്യം തിരികെ പോകാനാണ് തീരുമാനിച്ചത്. പക്ഷെ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പോലീസ് അവിടെ ഉണ്ട്. എങ്കിലും അവൻ അല്പം അടുത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ആ പോലീസ് ഓഫീസറായ ഫാരദ് ജോലിക്കിടെ ഉറങ്ങുകയാണെന്ന സത്യം അവൻ മനസ്സിലാക്കി. ഫാരദ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൊലയാളി പതുക്കെ അടുത്തെത്തി. ശരീരം എടുത്തുയർത്തി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീടിനധികം ദൂരം ഇല്ലായിരുന്നു. പിന്നെ അവൻ തിരികെ വന്ന് ഫാരദിന്റെ ഹോൾസ്റ്ററിൽ നിന്നും തോക്കും എടുത്തു. എല്ലാം അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ. ഫാരദ് ഭയപ്പെട്ടിരുന്ന ഏറ്റവും മോശമായ കാര്യം അവൻ ഉറക്കത്തിൽ കൊലയാളി കാരണം ചതിക്കപ്പെടുമോ എന്നായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. ശരീരവും തോക്കും എടുത്തുകൊണ്ട് കൊലയാളി തന്റെ വീട്ടിലേക്ക് മടങ്ങിയ ശേഷം അവൻ തീരുമാനിച്ചു, ഒരു വലിയ തീ കത്തിക്കാം, അതിൽ ഈ ശരീരമിട്ട് തെളിവുകളെല്ലാം നശിപ്പിക്കാം. അങ്ങനെ ചെയ്താൽ എല്ലാം അവസാനിക്കുമെന്നായിരുന്നു അവന്റെ വിശ്വാസം. അതേസമയം വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള ഒരു യാദൃശ്ചികത അവിടെ സംഭവിച്ചു. കടൽ തീരത്തിന്റെ അറ്റത്ത് ഫാരദിന് അടുത്ത് തന്നെയായി കൊലയാളി വളരെ അധികം വിറക് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഫാരദ് ഭീതിയോടെ ഉണർന്നു. ശരീരവും പോയി, എന്റെ തോക്കും പോയി, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന ചിന്തയിൽ അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പോൾ അവൻ കടൽ തീരത്തിന്റെ അറ്റത്ത് ഒരു മനുഷ്യൻ വിറക് വെട്ടുന്നത് കണ്ടു. ഫാരദിന് ഒരു ധാരണയുണ്ടായിരുന്നില്ല. ആ മനുഷ്യൻ, താൻ കാണുന്ന ആ മനുഷ്യൻ തന്റെ സ്വന്തം ബന്ധുവിന്റെ കൊലയാളിയാണെന്ന് അവൻ അറിയില്ലായിരുന്നു. കടൽ തീരത്തിന്റെ അറ്റത്ത് താമസിക്കുന്ന വെറും വിറക് വെട്ടുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്നായിരുന്നു ഫാരദിന്റെ ധാരണ. തന്റെ ജോലി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന അത്യന്തം നിരാശയിലായിരുന്നു അവൻ. ശരീരം കണ്ടെത്തണം, തന്റെ തോക്ക് തിരിച്ചെടുക്കണം എന്ന ചിന്തയിൽ ആ മനുഷ്യനിൽ നിന്നും എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് കരുതി അവന്റെ അടുത്തേക്ക് ഫാരദ് നടന്നു. പക്ഷെ അവൻ നേരെ നടക്കുന്നത് തന്റെ ബന്ധുവിനെ കൊന്ന ആളുടെ മുന്നിലേക്കാണെന്ന് അവൻ അറിയില്ലായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഫാരദിന്റെ പങ്കാളി അന്വേഷണ സംഘവുമായി തിരികെ വന്നപ്പോൾ ദൂരത്ത് നിന്നും നോക്കിയപ്പോൾ എല്ലാം പഴയതുപോലെ തന്നെയാണ് തോന്നിയത്. ഫാരദ് അവിടെ നിൽക്കുന്നു, അടുത്ത് തലയില്ലാത്ത ഒരു ശരീരം കിടക്കുന്നു. എന്നാൽ അടുത്തെത്തിയപ്പോൾ പങ്കാളിക്ക് ഒരു സംശയം തോന്നി. കാരണം ശരീരത്തിലെ വസ്ത്രങ്ങൾ മുൻ രാത്രി കണ്ടതിൽ നിന്ന് ഇപ്പോൾ വ്യത്യസ്തമാണ്. കൂടുതൽ പരിശോധിച്ചപ്പോൾ അത് മുൻപത്തെ ശരീരമല്ല എന്ന് വ്യക്തമായി. അത് ഫാരദിൻ്റെതുമല്ല, അവന്റെ ബന്ധുവിൻ്റെതുമല്ല. പിന്നീടുള്ള അന്വേഷണത്തിലാണ് സത്യം പുറത്തു വന്നത്. ഫാരദ് തന്റെ ജോലി രക്ഷിക്കാനായി ആരും അറിയാതെ വിറക് വെട്ടിക്കൊണ്ടിരുന്ന ആ മനുഷ്യനെ തന്നെ കൊന്നു. ആ ശരീരം എടുത്ത് പഴയ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടു. അങ്ങനെ ശരീരത്തിന് കാവൽ നിന്നു എന്ന് കാണിക്കാനായി. അവൻ അറിയില്ലായിരുന്നു താൻ കൊന്ന ആ മനുഷ്യൻ തന്നെയാണ് തന്റെ ബന്ധുവിന്റെ യഥാർത്ഥ കൊലയാളി എന്ന്. അങ്ങനെ വിചിത്രമായൊരു വഴിയിലൂടെ നീതി ലഭിച്ചുവെങ്കിലും നിയമം അതൊന്നും പരിഗണിച്ചില്ല. ഫാരദ് കൊലപാതകത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. കാരണം സത്യം ഇതായിരുന്നു, നല്ല ഉദ്ദേശമോ ഭീകരമായ യാദൃശ്ചികതയോ ഉണ്ടായാലും തെറ്റായ തീരുമാനങ്ങൾ ഒടുവിൽ നാശത്തിലേക്കാണ് നയിക്കുന്നത്. ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഫാരദിന് സത്യം കണ്ടെത്താനും തന്റെ തോക്ക് തിരികെ എടുക്കാനും മറ്റൊരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അവൻ ആ വഴികൾ തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷെ അവൻ അതൊന്നും ചെയ്തില്ല. പകരം ചെയ്തത് സമാനമായൊരു കൊലപാതകമാണ്. ഫാരദിന് മറ്റെന്തൊക്കെ വഴികളുണ്ടായിരുന്നു? ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ, നിങ്ങളൊരു പോലീസ് ഓഫീസറാണെന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അതിനുള്ള മറുപടി നിങ്ങൾ തന്നെ കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.